Good morning, dears. Welcome back to GST classes. Today we are discussing of recovery and refund of tax. First of all, modes of recovery of tax. Proper officer may deduct the amount so payable from money owing to such a person. That is recovery of tax. അതായത് ITC അതുപോലെ റീഫണ്ട്. ITC ആവശ്യമില്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ റീഫണ്ടിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. ITCയുടെ ക്യാരി ഫോർവേഡ് ഉദ്ദേശിക്കാത്ത ടാക്സ് പെയർക്ക് ITCയുടെ സെറ്റ് ഓഫ് വിത്ത് ദ ഔട്ട്പുട്ട് ടാക്സ് അതിന് പകരം റീഫണ്ടും ആകാവുന്നതാണ്. അങ്ങനെയുള്ള മണി ഓയിങ് ടു ടാക്സബിൾ പേഴ്സൺ അത് ഡിഡക്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് റിക്കവറി ഓഫ് ടാക്സ്. ഓക്കെ. റിക്കവറി ബൈ ഡീറ്റെയിനിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ്. റിക്കവറിയുടെ മോഡ്സാണ് നമ്മൾ പറയുന്നത്. മോഡ്സ് ഓഫ് റിക്കവറി ഓഫ് ടാക്സ്. റിക്കവറി പല രൂപത്തിലാവാം. എങ്ങനെയൊക്കെ പ്രോപ്പർ ഓഫീസർ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പല രീതികളാണ്. റിക്കവറി ബൈ ഡീറ്റെയിനിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ്. Goods belonging to such a taxable person. Detaining and selling goods and recovery of tax. അങ്ങനെ ആവാം. മറ്റൊരു രീതിയാണ് റിക്കവറി ഫ്രം തേർഡ് പാർട്ടി. റിക്കവറി ഫ്രം തേർഡ് പാർട്ടി. തേർഡ് പാർട്ടിയിൽ നിന്നും റിക്കവർ ചെയ്യുന്നു. തേർഡ് പാർട്ടി മീൻസ് ബാങ്ക്സ്, പോസ്റ്റ് ഓഫീസ്, ഇൻഷുറർ, ഡെറ്റേഴ്സ് ആൻഡ് ബോറോവേഴ്സ്. ഇവരൊക്കെയാണ് തേർഡ് പാർട്ടീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടാക്സബിൾ പേഴ്സണുമായിട്ട് കണക്ഷനുള്ള ഔട്ട്സൈഡേഴ്സ്. ദറ്റ് ഈസ് ഹിയർ തേർഡ് പാർട്ടി മീൻസ് ബാങ്ക്സ്, പോസ്റ്റ് ഓഫീസ്, ഇൻഷുറർ, ഡെറ്റേഴ്സ് ആൻഡ് ബോറോവേഴ്സ്. ഇവരുടെ അടുത്തു നിന്നൊക്കെ റിക്കവറി നടത്താവുന്നതാണ്. മറ്റൊരു രീതിയാണ് ഡീറ്റെയിൻ ദ പ്രോപ്പർട്ടി. നേരത്തെ നമ്മൾ പറഞ്ഞത് ഡിറ്റൻഷൻ ഓഫ് ഗുഡ്സ് ആണ്, സെല്ലിംഗ് ഗുഡ്സ്. ഹിയർ മറ്റൊരു രീതിയാണ് ഡീറ്റെയിനിങ് ദ പ്രോപ്പർട്ടി. ദ പ്രോപ്പർ ഓഫീസർ മേ ഡീറ്റെയിൻ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബിലോങ്ങിങ് ടു സച്ച് എ ടാക്സബിൾ പേഴ്സൺ. ഈ രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൺസിന് അവകാശപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പിലുള്ള മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അത് ഡീറ്റെയിൻ ചെയ്യാം. അങ്ങനെയും ആവാം. ഗുഡ്സ് അല്ലെങ്കിൽ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അതാണ് ഇപ്പോൾ പറഞ്ഞത്. മറ്റൊരു രീതിയാണ് റിക്കവറി സർട്ടിഫിക്കറ്റ്. മീൻസ് ദ പ്രോപ്പർ ഓഫീസർ മേ പ്രിപ്പയർ എ സർട്ടിഫിക്കറ്റ് സൈൻഡ് ബൈ ഹിം. കൺസേൺഡ് ഓഫീസർ ഒരു സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നു, സൈൻഡ് ബൈ ഹിം, സ്പെസിഫൈങ് ദ എമൗണ്ട് ഡ്യൂ ഫ്രം സച്ച് എ പേഴ്സൺ. അതിൽ കൃത്യമായിട്ട് എത്ര എമൗണ്ടാണ് ഡ്യൂ ആയത്, ഈ രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൺ എത്ര ടാക്സ് അടക്കാനുണ്ട്, എമൗണ്ട് ഡ്യൂ എന്നൊക്കെ കൃത്യമായിട്ട് കാണിച്ചിരിക്കും. ആൻഡ് സെൻഡ് ഇറ്റ് ടു ദ ഡിസ്ട്രിക്റ്റ് കളക്ടർ ഓഫ് ഡിസ്ട്രിക്റ്റ് ഇൻ വിച്ച് ദ ടാക്സ് പെയർ ബിലോങ്സ്, റിസൈഡ്സ്, or he has a business place in the district. ഒരു സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയിട്ട് സൈൻഡ് ബൈ ദ ഓഫീസർ, അതിൽ കൃത്യമായിട്ട് എത്ര എമൗണ്ടാണ് ഈ ഒരു ടാക്സബിൾ പേഴ്സൺ തരാനുള്ളത്, ഡ്യൂ ആയത് എന്നൊക്കെ കാണിച്ചിരിക്കും. എന്നിട്ടത് ഡിസ്ട്രിക്റ്റ് കളക്ടർക്ക് അയച്ചു കൊടുക്കുകയാണ്. സെൻഡ് ഇറ്റ് ടു ഡിസ്ട്രിക്റ്റ് കളക്ടർ. ഈ ഒരു ടാക്സബിൾ പേഴ്സൺ റിസൈഡ് ചെയ്യുന്ന, അദ്ദേഹത്തിന് ബിസിനസ് പ്ലേസ് ഉള്ള, അദ്ദേഹം ഏത് ഡിസ്ട്രിക്റ്റിലാണോ ബിലോങ് ചെയ്യുന്നത് ആ ഒരു ഡിസ്ട്രിക്റ്റ് കളക്ടർക്കാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് അയക്കുന്നത്. അങ്ങനെ ഡിസ്ട്രിക്റ്റ് കളക്ടർ നടപടിക്രമങ്ങൾ നടത്തുന്ന രീതിയാണ്, ആ ഒരു മോഡാണ് റിക്കവറി സർട്ടിഫിക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ആപ്ലിക്കേഷൻ ടു ദ മജിസ്ട്രേറ്റും ആവാം. മറ്റു രീതിയിൽ പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ടു ദ മജിസ്ട്രേറ്റ്. നമ്മൾ ഒഫൻസസ്, പെനാൽറ്റീസൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ ചർച്ച ചെയ്യും. ഈ ഇൻസ്പെക്ഷനും സെർച്ചും സീസറൊക്കെ പറയുന്ന
സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് പറയും. ചിലത് ഈ ജോയിൻറ്റ് കമ്മീഷണർ ഇൻകം ടാക്സ് ഓഫീസർക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കേസുകളുണ്ടാവും. ചില കേസുകൾ മജിസ്ട്രേറ്റിന് ഫോർവേഡ് ചെയ്യേണ്ടി വരും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയും. അപ്പോൾ നമ്മൾ മോഡ്സ് ഓഫ് റിക്കവറി ഓഫ് ടാക്സ് ആണ് ഇപ്പോൾ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് റീഫണ്ടിലേക്ക് വരണം. പ്രൊസീജിയർ ഓഫ് റീഫണ്ട് ഓഫ് ടാക്സ്. റീഫണ്ടിൻ്റെ പ്രൊസീജിയർ എന്താണ്? ബേസിക്കലി ഓർമ്മിക്കുക, റീഫണ്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അത് ക്യാരി ഫോർവേഡ് ചെയ്യാതെ ടാക്സ് പേർക്ക് വേണമെങ്കിൽ ഒരു ആപ്ലിക്കേഷനിലൂടെ ടാക്സ് റീഫണ്ട് ചെയ്യാവുന്നതാണ്. എക്സസ് എമൗണ്ട് പെയ്ഡ് മീൻസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അതിൻ്റെ പ്രൊസീജിയറാണ് പറയുന്നത്. ആൻ ആപ്ലിക്കേഷൻ ഫോം ടു ക്ലെയിം റീഫണ്ട് ഈസ് ടു ബി ഫയൽഡ് ത്രൂ GSTN പോർട്ടൽ. നമ്മൾ നേരത്തെ പഠിച്ച GST ടാക്സേഷൻ സിസ്റ്റത്തെ ഇഫക്റ്റീവ് ആക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി സിസ്റ്റം GSTN പോർട്ടൽ, അതുവഴി ഇലക്ട്രോണിക്കലി റീഫണ്ടിനുള്ള ആപ്ലിക്കേഷൻ ഫോം ചെയ്യുക എന്നുള്ളതാണ് ആദ്യപടി. സൂൺ ആഫ്റ്റർ ആപ്ലിക്കേഷൻ ഈസ് സബ്മിറ്റഡ്, an acknowledgement number will be given to the applicant via SMS or email. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ഉടനെ ടാക്സ് പേയർക്ക് അല്ലെങ്കിൽ ആപ്ലിക്കൻറ്റിന് ഒരു അക്നോളജ്മെൻറ്റ് നമ്പർ ലഭിക്കുന്നതാണ്. SMS ആയിട്ടോ ഇമെയിലായിട്ടോ ലഭിക്കും. അങ്ങനെ ദ ചേഞ്ചസ് വിൽ ബി മെയ്ഡ് ടു റിട്ടേൺ ആൻഡ് ക്യാഷ് ലെഡ്ജർ ആൻഡ് ഡിക്രീസ് ദ ക്യാരി ഫോർവേഡ് ITC. റീഫണ്ടിന് അപേക്ഷിക്കുന്ന ആപ്ലിക്കൻറ്റിൻ്റെ ക്യാരി ഫോർവേഡ് ചെയ്യപ്പെടേണ്ട ITCയിൽ നിന്നും അത്ര കണ്ട് ഡിക്രീസ് ചെയ്യപ്പെടും. അത്രയും എമൗണ്ട് കുറയും. എത്ര റീഫണ്ട് ചെയ്യുന്നു അത്രയും ITCയിൽ നിന്ന് കട്ടാവും. ഓക്കെ. ക്യാഷ് ലെഡ്ജർ. റീഫണ്ട് ആപ്ലിക്കേഷൻ ആൻഡ് ഡോക്യുമെൻറ്റ്സ് പ്രസൻറ്റഡ് മസ്റ്റ് ബി സ്ക്രൂട്ടനൈസ്ഡ് വിത്തിൻ 30 days. ഒരു ടാക്സ് പെയർ ഒരു ആപ്ലിക്കൻ്റ് സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അതുപോലെ ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെ വിത്തിൻ 30 days, വിത്തിൻ എ മന്ത് സ്ക്രൂട്ടനൈസ് ചെയ്ത് നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഒരു ഫീഡ്ബാക്ക് റെസ്പോൺസ് നൽകണം. റീഫണ്ട് വിൽ ബി ക്രെഡിറ്റഡ് ഇലക്ട്രോണിക്കലി ടു ദ അക്കൗണ്ട് ഓഫ് ആപ്ലിക്കൻറ്റ്. റീഫണ്ട് ആപ്ലിക്കൻറ്റിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുക ഇലക്ട്രോണിക്കലി. ഇനി റീഫണ്ടിന് എലിജിബിൾ അല്ല എങ്കിലോ, ഇൻ കേസ് ഓഫ് നോൺ ക്വാളിഫിക്കേഷൻ ഫോർ റീഫണ്ട്, ദ റീഫണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു CWF, അതായത് കൺസ്യൂമർ വെൽഫെയർ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും. കാരണം ITCയുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? കൺസ്യൂമർ വെൽഫെയർ ആണ്. അൾട്ടിമേറ്റ് ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചു കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം, അതിലൂടെയാണ് ITCയുടെ ക്രെഡിറ്റ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റീഫണ്ടിന് അർഹതയില്ല എങ്കിൽ, നോൺ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ റീഫണ്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും CWFിലേക്ക്, കൺസ്യൂമർ വെൽഫെയർ ഫണ്ടിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഓക്കെ. അപ്പോൾ റീഫണ്ടുമായി ബന്ധപ്പെട്ട് ചില പോയിൻ്റുകൾ ഓർമ്മിക്കുക. ദ ആപ്ലിക്കേഷൻ ഫോർ റീഫണ്ട് ക്യാൻ ബി മെയ്ഡ് എവറി ക്വാർട്ടർ. അതിൻ്റെ ടൈമിംഗ് ആണ് പറയുന്നത്. എവറി ക്വാർട്ടറിൽ ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. അതേപോലെ എമൗണ്ട് ലെസ് ദാൻ 1000 ഈസ് നോട്ട് എലിജിബിൾ ഫോർ ദ റീഫണ്ട്. എമൗണ്ട് ലെസ് ദാൻ 1000 ഈസ് നോട്ട് എലിജിബിൾ ഫോർ റീഫണ്ട്. റീഫണ്ടിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ITC അക്കൗണ്ടിൽ ഇയാൾക്ക് എത്ര ക്രെഡിറ്റ് വേണം? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മോർ ദാൻ 10,000 വേണം, മോർ ദാൻ 1000 വേണം. ലെസ് ദാൻ 1000 ആണെങ്കിൽ അത് റീഫണ്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല, ക്യാരി ഫോർവേഡിന് വേണ്ടി മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ. അങ്ങനെ ഔട്ട്പുട്ട് ടാക്സുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ് ബേസ്ഡ് ഓൺ ദ റൂൾസ്. ഓക്കെ. ഇപ്പോൾ ഡിയേഴ്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് റീഫണ്ട് അതുപോലെ റിക്കവറി ഓഫ് ടാക്സ് ആണ്. മോഡ്സ് ഓഫ് റിക്കവറി ഓഫ് ടാക്സ്
അതുപോലെ റീഫണ്ട് പ്രൊസീജിയറാണ്. ലെറ്റ് us see again with another topic in another video. Thank you for all.